തൊപ്പിയെപ്പോലെ വായെടുത്താൽ വൃത്തികേടുകൾ മാത്രം പറയുന്ന യൂട്യൂബറാണ് രാജൻ ജോസഫ്. മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന അശ്ലീല സംഭാഷണം നടത്തുന്ന ഇയാൾ കുറെ സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാളുടെ സൈബർ അധിക്ഷേപത്തിന്റെ ഒരിര മാത്രമാണ്. ഈ സമൂഹത്തിലെ മറ്റു സ്ത്രീകൾക്ക് വേണ്ടി ശ്രീനാദേവി നിയമ പോരാട്ടം നടത്തി. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റും ചെയ്തു. രാജനെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു. രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിലാണ് യൂട്യൂബർ രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി രാജൻ ജോസഫിനെ എറണാകുളത്ത് നിന്നും അടൂർ സ്റ്റേഷനിലെത്തിച്ച സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായിയായ ഫെനി നൈനാന്റെ നേതൃത്വത്തിലുള്ള 20ഓളം വരുന്ന പ്രവർത്തകരാണ് രാജൻ ജോസഫിനെതിരെ പ്രതിഷേധിച്ചത്. പെട്ടെന്നുള്ള ആക്രമണം തടയാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന 25ഓളം വീഡിയോകളാണ് യൂട്യൂബിൽ രാജൻ ജോസഫ് പ്രചരിപ്പിച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വീണ്ടും പരാതി നൽകിയതിന് പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. എന്ത് കാണിച്ചായാലും വരുമാനം നേടുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വീഡിയോകൾ മണിക്കൂറുകളോളം പ്രചരിപ്പിച്ചുവെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് ഈ നിമിഷം വരെ ഏതാണ്ട് 25ലധികം വീഡിയോസാണ് വൈറ്റ് സ്വാൻ TV ന്യൂസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും രാജൻ എന്ന പേരിലുള്ള യൂട്യൂബറും സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് എനിക്കെതിരെ സംരക്ഷണം ചെയ്തിട്ടുള്ളത്. 4ാം നെടുന്തൂണായിട്ട് നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് ആ നിലവാരത്തോടു കൂടി തന്നെ ഉയർന്നു വരുന്ന ചില യൂട്യൂബ് ചാനലുകളും യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേവലമായിട്ട് വരുമാനം നേടുക, എന്തു പറഞ്ഞുകൊണ്ടും വ്യൂവേഴ്സിനെ കൂട്ടുക, അതിലൂടെ വരുമാനം നേടുക, ആഹാരം കഴിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ശൈലി ചില ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് പേജസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. എന്നെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുവാൻ ആർക്കും അധികാരമുണ്ട്, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കണം, സത്യസന്ധമായിട്ടായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും അധികപ്പെട്ട് പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയപരമാണ് എങ്കിൽ മറുപടി പറയാൻ നമ്മൾ തയ്യാറുമാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പായതിനാൽ രാജൻ ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ചു. സംഭവത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്നവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.